ഇംഗ്ലീഷ് സിംപ്ലിഫൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് നിർത്തിയത് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആഡ്വർബുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ചിലർക്കെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാവുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. സംഭവം വേറൊന്നുമില്ല, ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട പാസീവ് വോയിസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആക്റ്റീവ് വോയിസിനെ എങ്ങനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം? LD ലെവൽ പരീക്ഷകളിലൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് പറയുന്നത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ചില കണ്ടീഷൻസിലെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഒരു ചോദ്യം തന്നിട്ട് അതിനെ പാസീവ് ആക്കാനായിട്ട് പറയാറുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് പാസീവ് വോയിസിൽ ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറയാറുണ്ട്, ആക്റ്റീവ് ആക്കാനായിട്ടും പറയാറുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാം. ഒരു ചോദ്യത്തെ നമുക്ക് എങ്ങനെ പാസീവിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ എന്താണ് പറഞ്ഞത്, അവസാനം പറഞ്ഞ സംഗതി ഇതാണ്, ഒരു പാസീവ് വോയിസ് തന്നിട്ട് അതിനെ എങ്ങനെ ആക്റ്റീവിലേക്ക് മാറ്റാം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ലേശം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് നേരെ കടക്കാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫോം. അപ്പൊ ഇവിടെ ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഷീ ഈറ്റ്സ് ഓറഞ്ചസ് അല്ലെ. ഷീ ഈറ്റ്സ് ഓറഞ്ചസ്. എന്താണ് ആ സെന്റൻസിന്റെ പ്രത്യേകത? നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അതൊരു സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് തന്നെയാണ്. ഷീ എന്ന് പറയുന്ന സബ്ജക്ട്, ഈറ്റ്സ് എന്ന് പറയുന്ന വെർബ്, പിന്നെന്താണ് ഓറഞ്ചസ് എന്ന് പറയുന്ന ഒബ്ജക്ട്. ഈ മൂന്ന് കാര്യങ്ങളും ചേർത്ത് എന്തിരിക്കണം, നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഒരു ആക്റ്റീവ് വോയിസുള്ള സെന്റൻസ് നമ്മൾ എഴുതിയിരിക്കണം ആണല്ലോ. എന്നോട് പറയാം, ഷീ സബ്ജക്ട്, ഈറ്റ്സ് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം, പിന്നെന്താണ് ഓറഞ്ചസ് എന്ന് പറയുന്ന ഒബ്ജക്ട് ആണല്ലോ. അപ്പോ എന്താണ് ഈ ആക്റ്റീവ് വോയിസ്, എന്താണ് ഈ പാസീവ് വോയിസ്? അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. സംഭവം വേറൊന്നുമല്ല, ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആരെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്? സെന്റൻസിലെ സബ്ജക്റ്റിനെ പറ്റിയായിരിക്കും നമ്മൾ പറയുക അല്ലെ. ഇവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആണ്, ഷീ ഈറ്റ്സ് ഓറഞ്ചസ്. അവൾ ഓറഞ്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ, അവൾ എന്താണ് ഓറഞ്ചുകൾ കഴിക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ് എന്ന് പറയാം അല്ലെ. സെന്റൻസിൽ പറയുന്നത് സബ്ജക്റ്റിനെ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ, സബ്ജക്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം, ആക്റ്റീവ് വോയിസിലാണെന്ന് പറയാം. ഇനി എന്താണ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. സംഭവം വേറൊന്നുമല്ല, ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പാസീവ് വോയിസ് എഴുതുക. അപ്പൊ എങ്ങനെയാണ് സബ്ജക്ട്, വെർബിന്റെ ഒന്നാമത്തെ രൂപം, പിന്നീട് ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ഈ ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാമെന്ന് നമുക്കിനി നോക്കാം. ശ്രദ്ധിക്കുക, ഒരു ചെറിയൊരു സൂത്രവാക്യം പോലത്തെ ഒരു സംഗതിയുണ്ട്, അത് ഞാൻ ആദ്യം എഴുതാം, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ആദ്യം ഒബ്ജക്റ്റ് എടുത്തിടണം. ഒബ്ജക്റ്റ്, ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് പ്രൈമറി ഓക്സിലറീസ് ആയിട്ടുള്ള ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ എന്ത് ചെയ്യുക, നമ്മൾ ചേർക്കുക. ഒബ്ജക്റ്റിന്റെ സ്വഭാവം എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യുക, ഒന്നുകിൽ ആം ചേർക്കുക, അല്ലെങ്കിൽ ഈസ് ചേർക്കുക, അല്ലെങ്കിൽ എന്താണ് ആർ എന്ന് ചേർക്കുക. പ്ലസ്. അപ്പോ ആദ്യം ഒബ്ജക്റ്റ് എടുത്ത് എഴുതുന്നു, രണ്ടാമത് എന്ത് ചെയ്യുന്നു, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ എടുത്ത് എഴുതുന്നു. ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ് ഈ പറയുന്നത്. പാസീവ് വോയിസിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കും അല്ലെ. പ്രസന്റ് ഫോമോ പാസ്റ്റ് ഫോമോ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും, തേർഡ് ഫോം ആയിരിക്കും. ഇപ്പോഴും നമ്മൾ എവിടെ ഉപയോഗിക്കുക, ഈ പറയുന്ന പാസീവ് വോയിസിൽ നമ്മൾ ഉപയോഗിക്കുക. പ്ലസ് V3, എന്താണ് V3, വെർബിന്റെ തേർഡ് ഫോം. ഇനി ഇതിന്റെ കൂടെ വരുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ബൈ, പ്ലസ് ഇനി എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എടുത്ത് എഴുതുക. സബ്ജക്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഉത്തരം എഴുതുമ്പോൾ പറയാം. അപ്പോ ഷീ ഈറ്റ്സ് ഓറഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കി, എന്താണ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് ഫോം ആണ് അല്ലെ.
ഇതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടുന്നത്? ആദ്യം ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക, രണ്ടാമത് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. എന്താണോ ഒബ്ജക്റ്റ് ആവശ്യപ്പെടുന്നത് അത് ആം ആണെങ്കിൽ ആം, ഈസ് ആണെങ്കിൽ ഈസ്, ആർ ആണെങ്കിൽ ആർ, അല്ലെ? പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. ഒരിക്കലും അത് മറന്നു പോകരുത്. ഇപ്പോഴും പാസീവ് ഫോമിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടുന്നത്? വെർബിന്റെ തേർഡ് ഫോം ആണ് ചേർക്കാനായിട്ട് ഉള്ളത്. പ്ലസ് V3. പിന്നെ ബൈ എന്ന് പറയുന്ന ഒരു പ്രപ്പോഷൻ വരുന്നു. എല്ലായിടത്തും ബൈ വരില്ല, ചില മാറ്റം വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നാലെ പറയാം. പിന്നെ എന്ത് ചെയ്യുക? സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷീ ഈറ്റ്സ് ഓറഞ്ചസ് എന്ന് പറയുന്ന ഈ സെന്റൻസ് എന്ത് ചെയ്യുന്നത് പാസീവ് ഫോമിലേക്ക് വരുന്നതെന്ന് നോക്കാം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആദ്യം എന്താണ് എഴുതേണ്ടുന്നത്? ഓറഞ്ചസ്. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? ആം, ഈസ്, ആർ, അല്ലെ? 3 ഓക്സിലറി വെർബുകൾ, 3 പ്രൈമറി ഓക്സിലറീസ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഓറഞ്ചസ് ആം വരൂ കൂടെ? ഒരിക്കലും വരത്തില്ല. എന്താണ് കാര്യം? ഐ എന്ന് പറയുന്ന പ്രൊനൗണിനോടൊപ്പം മാത്രമാണ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിനോടൊപ്പം മാത്രം ചേർക്കപ്പെടുന്ന ഒരു ആക്സിലറി ആണെന്ന് പറയുന്നത് ആം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? ആം വരത്തില്ല. ആമിനെ നമുക്ക് ഒഴിവാക്കാം. ശേഷം വരുന്നത് ഇസ് ആണ്, അല്ലെ? മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇസ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. മറന്നു പോകരുത്. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമേ എന്ത് വരികയുള്ളൂ? ഇസ് എന്ന് പറയുന്ന ഈ പറയുന്ന ആക്സിലറി വെർബ് ഇവിടെ വരികയുള്ളൂ. ശേഷിക്കുന്നത് ആറാണ്. ഇസിന്റെ പ്ലൂറൽ ആണെന്ന് പറയുന്നത് ആറെന്ന് പറയുന്നത്. ഇവിടെ ഓറഞ്ച് എന്നല്ല, പകരം എന്താണ്? ഓറഞ്ചസ്, അല്ലെ? പ്ലൂറൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ് വരില്ല, പകരം എന്തായിരിക്കും വരിക? ആറായിരിക്കും വരിക. ഓറഞ്ചസ് ആർ. സംശയമില്ലല്ലോ? ഓറഞ്ചസ് ആർ. ഇനി ശ്രദ്ധിക്കുക, വെർബിന്റെ തേർഡ് ഫോം ആണ് നമുക്ക് എഴുതാനായിട്ട് ഉള്ളത്, അല്ലെ? വെർബിന്റെ തേർഡ് ഫോം ആണ് നമുക്ക് എഴുതാനായിട്ട് ഉള്ളത്. എന്താണ് ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ 3 ഫോംസ്? നമുക്ക് എഴുതുകയാണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റ്. ഇതൊക്കെയാണ് ഈറ്റ്, ഏറ്റ്, ഈറ്റ്. ഇത് 3ഉമാണ് ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ എന്താണ് 3 ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം എഴുതിയിരിക്കുന്നതാണ് തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് നമ്മൾ എന്ത് ചെയ്യുക? കൂടെ ചേർക്കുക. ഓറഞ്ചസ് ആർ ഈറ്റൺ. ഓക്കെ, ഓറഞ്ചസ് ആർ ഈറ്റൺ. പ്ലസ് എന്താ നമുക്ക് ചേർക്കേണ്ടി? ബൈ. ബൈ. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഷീ എന്ന് പറയുന്ന എന്ത് ചെയ്യാൻ പാടില്ല? ആ വാക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ അതുപോലെ എഴുതാൻ പാടില്ല. പകരം ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രൊനൗണിന്റെ ഒബ്ജക്റ്റീവ് ഫോം നമ്മൾ എടുക്കുക. എന്താണ് ഷീ എന്ന് പറയുന്ന പ്രൊനൗണിന്റെ ഒബ്ജക്റ്റീവ് ഫോം എന്ന് പറയുന്നത്? ഹെർ. എന്താണ്? ഹെർ. ഓറഞ്ചസ് ആർ ഈറ്റൺ ബൈ ഹെർ. ഓറഞ്ചസ് ആർ ഈറ്റൺ ബൈ ഹെർ എന്ന് ചെയ്യുന്നു. ഇവിടെ ഉത്തരം വരും. ഷീ ഈറ്റ്സ് ഓറഞ്ചസ്. അതിനെ നമ്മൾ പ്ലൂറലാക്കി, പ്ലൂറൽ അല്ല, നമ്മൾ എന്താണ് അതിനെ പാസീവ് ആക്കിയപ്പോൾ എങ്ങനെയാ വന്നേ? ഓറഞ്ചസ് ആർ ഈറ്റൺ ബൈ ഹെർ എന്ന് എന്ത് ചെയ്തു? ഇവിടെ ഉത്തരം വന്നു. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ പാസീവ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2017 സെയിൽസ്മാൻ സെയിൽസ്വുമൻ ഹാൻഡെക്സിന്റെ സെയിൽസ്മാൻ സെയിൽസ്വുമൻ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നമുക്ക് അതിനെ പാസീവ് ആക്കാം, അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് തുടങ്ങാം. അന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: അച്ചു പ്ലേസ് ക്രിക്കറ്റ്. എന്താണ് അതിനർത്ഥം? അച്ചു ക്രിക്കറ്റ് കളിക്കുന്നു. സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അല്ലെ? എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഷീ ഈറ്റ്സ് ഓറഞ്ചസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. സബ്ജക്റ്റ്, വെർബ്, പിന്നെന്താണ്? ഒബ്ജക്റ്റ് വന്നിരിക്കും, ആണല്ലോ. എങ്ങനെ നമുക്ക് ഇതിനെ പാസീവ് ആക്കാം? നമുക്കറിയാം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റ് എടുത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ക്രിക്കറ്റ്, ആണല്ലോ. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ആദ്യം എടുത്ത് താഴേക്ക് എഴുതി. നമുക്കറിയാം ഇനി വേണ്ടുന്നത് എന്താണ്? either ആം, ഈസ് ഓർ ആം, അല്ലെ? ഒന്നുകിൽ ആം എഴുതുക, അല്ലെങ്കിൽ ഈസ് എഴുതുക, അല്ലെങ്കിൽ എന്താണ്? ആർ എഴുതുക. ആം വരില്ല, നമുക്കറിയാം. ഐ അല്ല ഒബ്ജക്റ്റ് ഉണ്ട്. ആം ഒരിക്കലും വരത്തില്ല. ഇനി നമുക്ക് ഈസും ആറും നോക്കാം, അല്ലെ? ഇവിടെ ആർ വരുമോ? ഓറഞ്ചസിന്റെ കൂടെ വന്ന പോലെ ആർ എന്ന് ഇവിടെ ഒരിക്കലും വരില്ല. കാര്യം എന്താണ്? ഇറ്റ്സ് ദ നെയിം ഓഫ് വൺ ഗെയിം, അല്ലെ? ഒരു ഗെയിമിന്റെ പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കുക. കൂടെ എന്ത് ചേർക്കുക? നമ്മള് സിംഗുലർ ആക്സിലറി ചേർക്കുക. ക്രിക്കറ്റ് ഇസ് ആണല്ലോ. നമുക്കറിയാം പ്ലേ എന്ന് പറയുന്നത് ഒരു റെഗുലർ വെർബാണ്, അല്ലെ? അവസാനം ED എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സെക്കൻഡ് തേർഡ് ഫോംസ് നമുക്ക് കിട്ടും. അപ്പോ എന്തായിരിക്കും കൂടെ വരിക? ക്രിക്കറ്റ് ഈസ് പ്ലൈഡ്.
ക്രിക്കറ്റ് ഈസ് പ്ലേഡ്. ഇനി ആരാണത് കളിക്കുന്നത്? അച്ചു ആണ് കളിക്കുന്നത് ആണല്ലോ. അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ അച്ചു. മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പിൾ ആണ് സംഗതി, ഇത്രയേ ഉള്ളൂ. അച്ചു പ്ലേസ് ക്രിക്കറ്റ്. സബ്ജക്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം എന്താണ്? ഒബ്ജക്റ്റ് ആണല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പാസീവ് ആക്കാനായിട്ട് ഒബ്ജക്റ്റ് എടുത്ത് ആദ്യം എഴുതി, പിന്നീട് ഒബ്ജക്റ്റിന് ചേരുന്ന രീതിയിലുള്ള ആക്സിലറി അല്ലെ എന്താണ്? ഈസ് എടുത്ത് എഴുതി, പിന്നെന്താണ്? പ്ലേഡ് എന്ന് പറയുന്ന V3 എടുത്ത് എഴുതി, ബൈ എന്ന് പറയുന്ന പ്രിപ്പോഷൻ ചേർത്തു. നൗൺ വന്നതുകൊണ്ട് വേറെ മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല. അതേ നൗൺ നമ്മൾ എന്ത് ചെയ്തു? താഴെ എടുത്ത് എഴുതി. അപ്പൊ എന്ത് വന്നു? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ അച്ചു എന്ന് വന്നു. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് എഴുതിയിരിക്കുന്ന സെന്റൻസ്? ഹി ബിൽഡ്സ് എ ഹൗസ് അല്ലെ. ഹി ബിൽഡ്സ് എ ഹൗസ്. അവനൊരു വീട് നിർമ്മിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആണല്ലോ. പാസീവ് ആക്കാം. ആദ്യം എങ്ങനെയായിരിക്കും വരിക? ഒബ്ജക്റ്റ് എ ഹൗസ് ആണ് ആണല്ലോ. അതെടുത്ത് ആദ്യം എഴുതുക. എ ഹൗസ്, ഒരു വീട് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സംഗതി ഒബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. കൂടെ വരുന്ന ഓക്സിലറി എന്തായിരിക്കും? ഇസ് ആയിരിക്കും. ഓക്കെ, ഹൗസ് ഈസ്. ബിൽഡ് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് തേർഡ് ഫോംസ് എന്തൊക്കെയാണ്? ബിൽഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ആണ് അല്ലെ. അതിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എന്താണ്? ബിൽറ്റ് എന്നാണ്. ബിൽറ്റ്. ഹൗസ് ഈസ് ബിൽഡ് എന്ന് നമ്മൾ മേളിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ പാസീവ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? തേർഡ് ഫോം എഴുതേണ്ടി വരുന്നു. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? BUILT എന്ന് വരുന്നു അല്ലെ. എ ഹൗസ് ഈസ് ബിൽറ്റ്. ചിലരെങ്കിലും ബിൽഡഡ് എന്ന് ചിന്തിക്കും. ബിൽഡഡ് അല്ല, ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ് ആണ്. ഓക്കെ, എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ. ഹി എന്തായിട്ട് മാറണം? ഹി ഇവിടെ ഹിം ആയിട്ട് മാറണം. നേരത്തെ ഷീ ഹെർ ആവും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ്? ഹി ഇവിടെ എന്തായിട്ട് മാറണം? ഹിം ആയിട്ട് മാറണം. The house is built by him എന്ന് ചെയ്യുന്നു. ഇതിന്റെ പാസീവ് ഫോം വരും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: മോസ്റ്റ് പീപ്പിൾ ഒപ്പോസ് ദിസ് പ്ലാൻ അല്ലെ. മിക്ക ആൾക്കാരും ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന അർത്ഥത്തിൽ എന്താണ്? പ്രസന്റ് സിമ്പിളിലുള്ള ഒരു ആക്റ്റീവ് ഫോം ആണ് തന്നിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പാസീവിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? പ്ലാൻ എന്ന് പറയുന്ന വാക്ക് മാത്രമല്ല, പകരം എന്താണ്? ദിസും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കണം അല്ലെ. ദിസ് പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? അതിനകത്ത് എഴുതുക ദിസ് പ്ലാൻ. നമുക്കറിയാം ദിസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്? ഒരു സിംഗുലർ നൗണിന് മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ചേർക്കുക. ഇവിടെ പ്ലാൻസ് എന്നായിരുന്നെങ്കിൽ എന്ത് വന്നതിന്? ദീസ് എന്ന് വന്നേ പറഞ്ഞതാണ്. ദിസ് പ്ലാൻ. ഓക്കെ, അപ്പൊ സംഭവം എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും കൂടെ ചേർക്കുക? ഇസ് ആയിരിക്കും എന്ത് ചെയ്യുക? കൂടെ ചേർക്കുക. ദിസ് പ്ലാൻ ഈസ് അല്ലെ. ഒപ്പോസ് എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ വെർബാണ്. അവസാനം ഡി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിന്റെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഫോം എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടുന്നു. ദിസ് പ്ലാൻ ഈസ് opposed by most people. This plan is opposed by most people എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു ആക്റ്റീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നമുക്ക് പാസീവിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ്? കൺവേർട്ട് ചെയ്യാം, മാറ്റാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. 6 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 2014 ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഡു ദ ഹൗണ്ട്സ് കിൽ ദ ഫോക്സ് അല്ലെ. അപ്പോ ഈ തന്നിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കാനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്നാണെന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നിട്ട് അതിനെ പാസീവ് ആക്കാൻ പറയുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് നമ്മളോട് പാസീവ് ആക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്: ഈ ചോദ്യത്തെ നമ്മൾ എന്താക്കി മാറ്റുക? ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ഒരു വലിയ സംഭവമൊന്നുമല്ല ഒരു ചോദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആക്കുക എന്ന് പറയുന്നത്.
എന്താണോ അതിലെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ എടുത്ത് എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. അപ്പൊ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ എന്ത് തന്നിരിക്കുന്നത്, സബ്ജക്റ്റ് തന്നിരിക്കുന്നു അല്ലെ. ആ സബ്ജക്റ്റ് എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഇങ്ങോട്ട് എഴുതുക അല്ലെ. ദ ഹൗസ് ആണല്ലോ, ദ ഹൗസ്. ഇനി ചെയ്യേണ്ട കാര്യം ഇതാണ്, ആക്സിലറി വെർബിനെയും അതുപോലെ തന്നെ എന്താണ് പിന്നീട് കൊടുത്തിരിക്കുന്ന വെർബിനെ എന്ത് ചെയ്യുക, നമ്മൾ കൂട്ടി ചേർക്കുക. അതായത് ഡു എന്ന് പറയുന്ന ആക്സിലറി വെർബിനെയും കിൽ എന്ന് പറയുന്ന വെർബിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് പരസ്പരം ബന്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡൂവും കില്ലും ചേർന്ന് എന്ത് തന്നെയാണ് വരുന്നത്, കിൽ തന്നെയാണ് വരുന്നത്. ശേഷം ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ചെയ്തത്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതുക. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ സബ്ജക്റ്റ് എടുത്ത് എഴുതുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ആക്സിലറി വെർബും ചേർത്ത് എന്ത് ചെയ്യുന്നു, കിൽ എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതും അല്ലെ. അപ്പോ ദ ഹൗണ്ട്സ് കിൽ, പിന്നെ എന്താണ് ഒബ്ജക്റ്റ്, അതെന്ത് ചെയ്യുക, അതെടുത്ത് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താക്കി മാറ്റുക, പാസീവ് ആക്കി മാറ്റുക. സെക്കൻഡ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താക്കി മാറ്റുന്നു, പാസീവ് ആക്കി മാറ്റുന്നു ആണല്ലോ. എന്താണ് ഒബ്ജക്റ്റ്, ദ ഫോക്സ്, ദ ഫോക്സ് ആണല്ലോ. ഇവിടെ ദ ഫോക്സ് എന്ന് പറയുന്ന സിംഗുലാർ നൗൺ എന്ന് പറയുന്ന ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയും ആണല്ലോ. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടിയേ, ഇതിനനുസരിച്ചുള്ള ആക്സിലറി ചേർക്കുക. എന്തായിരിക്കും വരിക കൂടെ, ഈസ്, ദ ഫോക്സ് ഈസ് അല്ലെ. കിൽ എന്ന് പറയുന്ന വെർബ് റെഗുലർ വെർബാണ്, കിൽ, കിൽഡ്, കിൽഡ് ആണല്ലോ. ദ ഫോക്സ് ഈസ് കിൽഡ് ബൈ ദ ഹൗണ്ട്സ്. ദ ഫോക്സ് ഈസ് കിൽഡ് ബൈ ദ ഹൗണ്ട്സ് എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിന്റെ എന്തെഴുതിയിരിക്കുന്നു, ആക്റ്റീവ് ഫോമിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ പാസീവ് ഫോം നമ്മൾ എന്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ആണല്ലോ. ഇനിയാണ് നമുക്ക് ഉത്തരം കിട്ടുവാനുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പാസീവ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, ചോദ്യത്തിന്റെ പാസീവ് ഫോം ആണ് നമുക്ക് ഇവിടെ എന്താ ആവശ്യമായിട്ട് ഉള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, ഈ ദ ഫോക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെടുത്ത് എന്ത് ചെയ്യുക, രണ്ടാമത് എഴുതുക. ഇസ് എന്ന് പറയുന്ന ഈ ആക്സിലറി വെർബിനെ എന്ത് ചെയ്യുക, ഒന്നാമതെടുത്ത് എഴുതുക. ഇതെടുത്ത് ഇവിടെ എഴുതുന്നു, ഇതെടുത്ത് എന്ത് ചെയ്യുന്നു, രണ്ടാമത് ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നു അല്ലെ. അപ്പൊ എങ്ങനെ വരും, ഇസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ ഹൗണ്ട്സ്. ഇസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ ഹൗണ്ട്സ് എന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഉത്തരം വരും. അപ്പോ ഡു ദ ഹൗണ്ട്സ് കിൽ ദ ഫോക്സ് എന്നായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അതിനെ പാസീവ് ആക്കാനാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം എന്താ ചെയ്തേ, നമ്മൾ തന്നിരിക്കുന്ന ഈ ചോദ്യത്തിലെ സബ്ജക്ട് എടുത്ത് എന്ത് ചെയ്തു, എഴുതി. പിന്നീട് എന്ത് ചെയ്തു, ആക്സിലറിയും വെർബും പരസ്പരം ബന്ധിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കിൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്ട് എടുത്തിരുന്നു. നേരത്തെ പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്തു, ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താക്കി മാറ്റി, പാസീവ് ആക്കി മാറ്റി. അപ്പൊ എങ്ങനെ വന്നേ, ദ ഫോക്സ് ഇസ് കിൽഡ് ബൈ ദ ഹൗണ്ട്സ് എന്ന് എന്ത് ചെയ്തു, നമുക്ക് അതിന്റെ പാസീവ് ഫോം കിട്ടി. പിന്നെ ചോദ്യമാക്കാൻ നമ്മൾ എന്താ ചെയ്തത്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ പാസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലെ ആക്സിലറി നമ്മളുടെ ആദ്യം എഴുതി. പിന്നെ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് എടുത്ത് രണ്ടാമത് എഴുതി. പിന്നെന്താണ്, വെർബ് എഴുതി, ബൈ എഴുതി, സബ്ജക്റ്റ് എഴുതി. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഒരു എക്സാമ്പിളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. 2017 ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദ്യം എങ്ങനെയായിരുന്നു, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, സംസാരിക്കുന്നുവോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, പാസീവ് ആക്കി മാറ്റണം അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ എന്താ, രണ്ട് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ എന്ത് ചെയ്യാം, നമുക്കിത് ഇതിന്റെ ഉത്തരം കണ്ടെത്താം അല്ലെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഷീ എന്ന് പറയുന്ന സബ്ജക്ട് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഷീ ആണല്ലോ. ഇനി ആക്സിലറിയെയും വെർബിനെയും എന്ത് ചെയ്യുക, പരസ്പരം ബന്ധിപ്പിക്കുക. അപ്പൊ എന്താ വരിക, ഡസും സ്പീക്കും ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു, സ്പീക്സ് ആയിട്ട് മാറുന്നു. ശേഷം എന്താണ്, ഒബ്ജക്റ്റ് അല്ലെ. എന്താണ്, ഇംഗ്ലീഷ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അതായത് തന്നിരിക്കുന്ന ചോദ്യത്തെ നമ്മൾ എന്താക്കി മാറ്റി, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി ആണല്ലോ. ഇനി നമുക്കറിയാം എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പായിട്ട് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താക്കി മാറ്റുക, പാസീവ് ആക്കി മാറ്റുക. അപ്പൊ എങ്ങനെയാ വരിക, ഇംഗ്ലീഷ് എന്തായിരിക്കും കൂടെ വരിക, സിംഗുലർ ആണ്, ഇസ് ആയിരിക്കും എന്ത് ചെയ്യുക കൂടെ വരിക. ബൈ വരുന്നു. പിന്നെ എന്താണ്, ഷീ എന്തായിട്ട് മാറുന്നു, ഹെർ ആയിട്ട് മാറുന്നു.
ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ ഹർ. ഇനി നമുക്കറിയാം വേറൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യുക? ഇതിനടുത്ത് ഇവിടെ എഴുതുക, ഇതിനടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. അപ്പൊ എങ്ങനെ വരിക? ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹർ എന്നെന്ത് ചെയ്യുന്നു? ഇവിടെ ഉത്തരം വരും അല്ലെ. ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹർ എന്നെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഉത്തരം വരും. സിമ്പിൾ ആണ്. 2 സ്റ്റെപ്പുകൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഉത്തരം എഴുതുക. 2017 ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആക്റ്റീവ് ഫോം കൊടുത്തിട്ട് പാസീവ് ഫോം ആക്കാനാണ് പറയുക. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് 2017 നടന്ന ഈ LD ക്ലർക്ക് വേരിയസ് ബൈ ട്രാൻസ്ഫർ പരീക്ഷയിൽ ചോദ്യം എങ്ങനെയായിരുന്നു? ഒരു പാസീവ് ഫോം കൊടുത്തു, എന്നിട്ട് അതിന്റെ ആക്റ്റീവ് ഫോം കണ്ടെത്താനായിരുന്നു പറഞ്ഞിരുന്നത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: The people are annoyed by the noise. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏതോ ഒരു പ്രത്യേക ശബ്ദത്തിനാൽ ആൾക്കാര് വല്ലാണ്ട് ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ ശല്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത്? അതിന്റെ ആക്റ്റീവ് ഫോം കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഏത് വാക്കാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും സബ്ജക്ട് എന്താണ്. ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്ട് എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ബൈ കഴിഞ്ഞ് എന്താ കിടക്കുന്നത്? ദ നോയ്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത് അല്ലെ. ദ നോയ്സ്. ഇനിയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ത് ചെയ്യുന്നത്? വരുന്നത് അല്ലെ. സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അല്ലെ, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആ പ്ലസ് V3 എന്ന് വരണമെന്നുണ്ടെങ്കിൽ അല്ലെ. ആം ഈസ് ആ പ്ലസ് V3 എന്ന് വന്നാൽ അപ്പോഴേ മനസ്സിലാക്കാൻ സംഭവം എന്താണ്? സിമ്പിൾ പ്രസന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: എന്താണ് സബ്ജക്ട് അല്ലെ. ഇവിടത്തെ നോയ്സ് എന്ന് പറയുന്ന ഈ സിംഗുലർ എന്താ പറയുക നൗണാണെന്ന് പറയുന്നത് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ കൂടെ വരുന്ന ഈ പറയുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഈ V3 ആയിട്ട് കൊടുത്തേക്കുന്നത് എന്താണ്? അനോയിഡ് എന്ന് പറയുന്ന വാക്കാണ് ആണല്ലോ. അനോയ്, അനോയിഡ്, അനോയിഡ് അല്ലെ. അപ്പോ ഇനി നമ്മൾ എഴുതുമ്പോ ദ നോയ്സ് അനോയ് എന്നാണോ നമ്മൾ എഴുതേണ്ടുന്നത്? അല്ല, നമ്മൾ എന്ത് എഴുതണം? ദ നോയ്സ് അനോയ്സ് എന്ന് എഴുതണം. എന്താ കാര്യം? നോയ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് കൂടെ വരുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. എന്തായിരിക്കും കൂടെ വരിക? അനോയ്സ്. ദ നോയ്സ് അനോയ്സ്. പിന്നെന്താണ് ഒബ്ജക്റ്റ്? ദ പീപ്പിൾ. ദ നോയ്സ് അനോയ്സ് ദ പീപ്പിൾ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. തന്നിരുന്ന ചോദ്യം എങ്ങനെയായിരുന്നു? ദ പീപ്പിൾ ആർ അനോയ്ഡ് ബൈ ദ നോയ്സ് ആണല്ലോ. ആ കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എങ്ങനെ ഇതിനെ ഈ പറയുന്ന പോലെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: പാസീവിൽ തന്നിരിക്കുന്ന വെർബ് എന്താണെന്ന് നോക്കുക. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? R+V3 ആണ്. നമുക്കറിയാം ആമോർ ഈസോർ R+V3 വന്നു കഴിഞ്ഞാൽ സംഗതി എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? ബൈ കഴിഞ്ഞുള്ള സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ദ നോയ്സ് അത് സിംഗുലർ ആയതുകൊണ്ട് കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അനോയിഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബ്. അതിന്റെ ഫസ്റ്റ് ഫോം എന്താണ്? അനോയി ആണ്. അതിനെ സിംഗുലർ ആക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? അനോയ്സ് ആയിട്ട് മാറുന്നു. ദ നോയ്സ് അനോയ്സ് ദ പീപ്പിൾ അല്ലെ. ഒബ്ജക്റ്റ് എന്താണ്? ദ പീപ്പിൾ അല്ലെ. ദ നോയ്സ് അനോയ്സ് ദ പീപ്പിൾ എന്ന് ചെയ്യുന്നു? ഒരു ഉത്തരം വരും. നേരത്തെ പറഞ്ഞ സെയിം മോഡൽ ഒരെണ്ണം നമുക്ക് നോക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? ഡിന്നർ ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ അല്ലെ. ഡിന്നർ ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. എങ്ങനെ നമുക്കിതിനെ ആക്റ്റീവിലേക്ക് മാറ്റാം അല്ലെ. ആദ്യം എന്താ ചെയ്യേണ്ടി? ബൈ കഴിഞ്ഞുള്ള വാക്ക് എന്താണോ അതെന്ത് ചെയ്യുക? അതേമാതിരി എടുത്ത് എഴുതുക. എന്താ വരിക? മൈ മദർ. പ്രിപ്പയർ, പ്രിപ്പയർഡ്, പ്രിപ്പയർഡ് അല്ലെ. ഓരോരുത്തരും എന്താ അവിടെ തന്നിരിക്കുന്നത്? എന്താണ്? ഇസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം? പ്രസന്റ് സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടി? സബ്ജക്റ്റിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു വെർബ് എന്ത് ചെയ്യണം? നമുക്ക് വേണം. മൈ മദർ സിംഗുലർ ആണ്. അതുകൊണ്ട് എന്തായിട്ട് മാറും? പ്രിപ്പയർഡ് എന്ന് പറയുന്ന ഇവിടുത്തെ തേർഡ് ഫോം എന്തായിട്ട് മാറണം? സിംഗുലർ ഫോം ആയിട്ട്. ഫസ്റ്റ് ഫോമിൽ എന്താ? സിംഗുലർ ആയിട്ട് മാറും. മൈ മദർ
prepares എന്താണ് ഒബ്ജക്റ്റ് ഡിന്നർ. മൈ മദർ പ്രിപ്പയർസ് ഡിന്നർ. അപ്പോൾ ഡിന്നർ ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ എന്ന് പറയുന്ന പാസീവ് വോയിസിലെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താക്കി മാറ്റി, ആക്റ്റീവായിട്ട് മാറ്റി. അപ്പോൾ എങ്ങനെയാ വന്നേ, മൈ മദർ പ്രിപ്പയർസ് ഡിന്നർ എന്ന് എന്ത് ചെയ്തു, ഇവിടെ ഉത്തരം വന്നു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആക്റ്റീവ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു ആക്റ്റീവ് വോയിസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇങ്ങനെ പാസീവ് ആക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ഒരു ചോദ്യത്തെ ആക്റ്റീവ് വോയിസിലുള്ള സിമ്പിൾ പ്രസന്റിലുള്ള ഒരു ചോദ്യത്തെ എങ്ങനെ പാസീവ് ആക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. മൂന്നാമതായിട്ട് പാസീവ് വോയിസിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്താണ് എങ്ങനെ ആക്റ്റീവ് ഫോമിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യം എന്ത് ചെയ്തു നമ്മൾ ഇതുവരെ പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ.